ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിവിടെ അധ്യാത്മരാമായണത്തിലെ സ്തുതികൾ ആണ് ശ്രദ്ധിക്കുന്നത്. രാമായണങ്ങളിൽ പ്രാമാണികം അല്ലെങ്കിൽ പ്രഥമം ഒരു സംശയമില്ലാതെ പറയാം വാൽമീകീയ രാമായണമാണ്. ആദികാവ്യം, ആദ്യ ഇതിഹാസം. അവിടെ ശ്രീരാമൻ്റെ മാനുഷഭാവമാണ് വിസ്തരിച്ചിട്ടുള്ളത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ എന്നുള്ളത് വാൽമീകീയ രാമായണത്തിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പാടില്ല. പക്ഷേ മനുഷ്യഭാവമാണ് അവിടെ വർണ്ണിച്ചിട്ടുള്ളത്, വിസ്തരിച്ചിട്ടുള്ളത്. മറ്റത് ചില സൂചനകളിൽ ഒതുക്കി. അതുകൊണ്ട് തന്നെ വാൽമീകീയ രാമായണത്തിൽ സ്തുതികളൊന്നുമില്ല. അതുപോലെ അധ്യാത്മ ഉപദേശങ്ങളും ഇല്ല. ഉപദേശങ്ങളില്ല എന്ന് പറയരുത്, രാജനൈതികതയുടെ ഉപദേശങ്ങളുണ്ട്. ധനതത്വശാസ്ത്രവുമായി, ഇക്കണോമിക്സുമായി ബന്ധപ്പെടുത്തേണ്ടുന്ന ഉപദേശങ്ങളുണ്ട്. പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഉപദേശങ്ങളുണ്ട്. സർവോപരി ഈ നയതന്ത്രം, ഡിപ്ലോമസി എന്നുള്ളത്, നയതന്ത്രത്തിൻ്റെ അങ്ങേയറ്റത്തെ ഉപദേശങ്ങളുണ്ട്. ആധ്യാത്മ തത്വോപദേശങ്ങളില്ല. കാരണം രാമൻ്റെ ധാർമ്മിക വ്യക്തിത്വത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എന്നാൽ അധ്യാത്മരാമായണം സ്തുതികളെ കൊണ്ടും ഉപദേശങ്ങളെ കൊണ്ടും നിറഞ്ഞതാണ്. വേദാന്ത സാരം എന്ന് പറയാവുന്ന ഉപദേശങ്ങൾ, പരാഭക്തിയുടെ അനിർഗള പ്രവാഹം എന്ന് പറയാവുന്ന സ്തുതികൾ, അതാണ് നമുക്ക് ഉടനീളം കാണാനുള്ളത്. കാരണം ഇവിടെ രാമൻ്റെ ഈശ്വരഭാവത്തിനാണ് പ്രാധാന്യം. അപ്പം അതിൽ ആദ്യത്തെ രാമായണത്തിലേക്ക് കടന്നാലുള്ള ആദ്യത്തെ സ്തുതി നമ്മൾ ശ്രദ്ധിച്ചു. വളരെ ദൂരെ നിന്ന്, വിസ്തരിച്ചിട്ടൊന്നുമില്ല. അത് ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. അതാണ് ഒന്നാമത്തെ സ്തുതി. രണ്ടാമത്തെ സ്തുതി ശ്രീരാമ അവതാരം സംഭവിച്ച സമയത്ത് ആ ഭഗവത് ദർശനത്തിൽ വിസ്മിതയായ കൗസല്യാദേവി ചെയ്യുന്ന സ്തുതിയാണ്. അപ്പോൾ ഇരിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നല്ലപോലെ പരിചയപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് കിളിപ്പാട്ടിലെ സ്തുതി ഇവിടെ പറയേണ്ട കാര്യമില്ല. എന്നാൽ അതിൻ്റെ മൂലമായിരിക്കുന്ന അധ്യാത്മരാമായണ മൂലത്തിലെ ആ സ്തുതി കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കിളിപ്പാട്ടത്തെ ഓർമ്മ വരും. വേണമെങ്കിൽ വായിക്കുകയും ചെയ്യാം, അത്രയേ ഉള്ളൂ. നോക്കൂ, ഇവിടെ ഈയൊരു സ്തുതിയെ അവതരിപ്പിക്കുകയാണ് അധ്യാത്മരാമായണം മൂലത്തിൽ. ദൃഷ്ട്വാ തം പരമാത്മാനം കൗസല്യാ വിസ്മയാകുല ഹർഷാശ്രുപൂർണനയന നത്വാ പ്രാഞ്ജലിരബ്രവീത്. ആ പരമാത്മാവിനെ കണ്ട് വിസ്മയാകുല,
വിസ്മയാകുലയായി തീർന്നു. ആര്? കൗസല്യ. വിസ്മയം കൊണ്ട് ആകുലയാവുക. സകല വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടിയാണ് ചതുർബാഹുവായി സകല വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടി ശംഖ ചക്ര ഗദ പത്മങ്ങളോടുകൂടെ തൻ്റെ മുമ്പിൽ സാക്ഷാൽ ഭഗവാൻ നാരായണനെ കണ്ടപ്പോൾ വിസ്മയം, അതുകൊണ്ടുള്ള ആകുലത, കലങ്ങി മറിഞ്ഞ ഭാവം. പിന്നെ ഹർഷാശ്രു പൂർണ്ണനയന. ഒരു ഭാഗത്ത് വിസ്മയവും ആകുലതയുമാണ്. ഈ ആകുലത ഭയം കൊണ്ടും ദുഃഖം കൊണ്ടും മാത്രമല്ല ഉണ്ടാവുക. ഏതൊരു വൈകാരിക ഭാവത്തിലും ആകുലതയുണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്ത് വിസ്മയം കൊണ്ടുള്ള ആകുലത, മറ്റൊരു ഭാഗത്തോ ഹർഷം കൊണ്ടുള്ള അശ്രുക്കൾ, ആനന്ദം കൊണ്ടുണ്ടാകുന്ന കണ്ണുനീര്. അങ്ങനെയുള്ള നയനത്തോട് കണ്ണുകളോട് കൂടിയവളായി കൗസല്യാദേവി പ്രാഞ്ജലിഹി തൊഴുകൈകളോടുകൂടി നത്വ നമസ്കരിച്ചിട്ട്, ആ ഭഗവാനെ നമസ്കരിച്ചിട്ട് അബ്രവീത് പറഞ്ഞു എന്ന് പറഞ്ഞും കൊണ്ടാണ് കൗസല്യാസ്തുതി ഇവിടെ അവതരിപ്പിക്കുന്നത്. നോക്കൂ. ദേവദേവ നമസ്തേസ്തു ശംഖചക്രഗദാധര പരമാത്മാച്യുതോനന്ത പൂർണ്ണസ്ത്വം പുരുഷോത്തമഃ വദന്ത്യഗോചരം വാചാം ബുദ്ധ്യാദീനാമതീന്ദ്രിയം ത്വാം വേദവാദിനഃ സത്താ മാത്രം ജ്ഞാനൈക വിഗ്രഹം. ഇവിടെ ഒരു ഭാഗത്ത് മാതാവാണ്, അമ്മയാണ്. പക്ഷേ അമ്മ കണ്ട രൂപമോ സകല വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടിയ ഭഗവാനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് ഹർഷം, മറ്റൊരു ഭാഗത്ത് വിസ്മയം. ഇതിൽ ഈ വിസ്മയത്തിനാണ് ആധിക്യം ഉണ്ടാവുക. കാരണം ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടിയ മഹാവിഷ്ണുവാണ് പ്രത്യക്ഷനായിട്ടുള്ളത്. അതിനനുസൃതമാണ് ഈ വാക്യങ്ങൾ ഓരോന്നും. നോക്കൂ. ഹേ ദേവദേവ, ദേവദേവ, ദേവന്മാർക്കും ദേവനായിട്ടുള്ളവൻ. ദേവശബ്ദം നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു. സ്വയം പ്രകാശിക്കുന്നവനും മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവനും സകല മഹിമകളെയും സകലത്തിനും ദാനം ചെയ്യുന്നവനും ദ്യോവിൽ നിവസിക്കുന്നവനുമാണ് ദേവൻ. ദേവശബ്ദത്തിന് ഇങ്ങനെ 4 അർത്ഥങ്ങൾ പറയാം. പ്രകാശിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ, സകല മഹിമകളെയും ദാനം ചെയ്യുന്നവൻ, ദ്യോവിൽ വസിക്കുന്നവൻ. ദ്യോവ് ആകാശം. ഇപ്പൊ സർവപ്രപഞ്ചോപരി ദ്വിലോകത്തിൽ വസിക്കുന്നവനെന്നൊരർത്ഥം, മറ്റൊരർത്ഥം ഹൃദയാകാശത്തിൽ വസിക്കുന്നവനെന്ന്. അങ്ങനെയുള്ള സകല ദേവന്മാർക്കും ദേവനായിട്ടുള്ളവനെ. വേദത്തിലൊരു മന്ത്രമുണ്ട്. ഏന സൂര്യസ്തപതി തേജസിദ്ധഃ നാ വേദവിൻ മനുതേ തം ബൃഹന്തം എന്ന്. ഈ മന്ത്രത്തിലൊരു വിശേഷം. ഇത് സംഹിതയിലുണ്ട്, ഇത് ബ്രാഹ്മണത്തിലുണ്ട്, ഇത് ഉപനിഷത്തിലുണ്ട്. ഇപ്പം സംഹിതയിലും ബ്രാഹ്മണത്തിലും ഉപനിഷത്തിലും ഒരുപോലെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മന്ത്രത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ്.
യേന സൂര്യസ്തപതി തേജസ്സേദ്ധ, യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണോ സൂര്യൻ പ്രകാശിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇപ്പൊ സൂര്യൻ പ്രകാശിക്കുന്നു, അത് എങ്ങനെയാണെന്ന് ആലോചിക്കേണ്ടത് നമുക്ക് ആവശ്യമില്ല. സൂര്യൻ പ്രകാശിക്കണു, സൂര്യൻ്റെ പ്രകാശം നമ്മൾ അനുഭവിക്കുന്നു, അത് മതി, അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് കാണപ്പെടുന്ന പ്രതിഭാസങ്ങളിൽ സംതൃപ്തരായവർക്ക് അവർക്ക് ആലോചന ഉണ്ടാവില്ല, അന്വേഷണം ഉണ്ടാവില്ല. അവിടെ ശാസ്ത്രത്തിന് പ്രസക്തിയില്ല, തത്വചിന്തയ്ക്ക് പ്രസക്തിയില്ല. ശാസ്ത്രവും തത്വചിന്തയും ആരംഭിക്കുന്നത് എവിടെയാ? കാണപ്പെടുന്നതിൽ സംതൃപ്തി ഇല്ലാതിരിക്കുന്ന തലത്തിലാണ്. ഇല്ല, ഇപ്പൊ കാണപ്പെടുന്ന തലത്തിൽ സംതൃപ്തി ഉണ്ട് ചോളൂ. ഉദാഹരണം പറയാം, സൂര്യൻ ഉദിച്ചു, അല്ലെങ്കിൽ അഗ്നി ജ്വലിച്ചു, ഇതൊക്കെ സമഷ്ടിയിൽ. ഇനി വ്യഷ്ടിയിൽ കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, മൂക്ക് മണക്കുന്നു. കണ്ണ് കാണുന്നു, അതിനിപ്പോൾ നമ്മളെന്തിനാ ചിന്തിക്കുന്നത്? കണ്ണിൻ്റെ സ്വഭാവമാണ് കാണുക എന്നുള്ളത്. അല്ലെങ്കിൽ ചെവിയുടെ സ്വഭാവമാണ് കേൾക്കുക എന്നുള്ളത്. ചെവി കേട്ടില്ലെങ്കിലേ ആലോചിക്കണ്ടു. അപ്പോൾ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളെ കൊണ്ട് സംതൃപ്തനായി കഴിയുന്നവന് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, തത്വചിന്തയുടെ ആവശ്യമില്ല. അവനെ പിടിച്ച് പറഞ്ഞിളക്കി ചൊറിഞ്ഞ് ഇതിനപ്പുറത്തേക്ക് നീ ആലോചിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരാൾ ഇതിൽ സന്തോഷത്തോടു കൂടി കഴിയുകയാണെങ്കിൽ അവൻ സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അവനെ പിടിച്ച് ഉപനിഷത്ത് പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഒരാൾക്ക് ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ വെറുതെ എന്തിനാ അവനെ പിടിച്ച് ഇളക്കിയിട്ട് ഉപനിഷത്ത് പഠിക്കാൻ പ്രേരിപ്പിക്കുന്നേ? ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഈ കാണപ്പെടുന്നത് കൊണ്ട് സംതൃപ്തമല്ലാത്ത മനസ്സ്, സൂര്യൻ ഉദിക്കുന്നു. എങ്ങനെയാ സൂര്യൻ ഉദിക്കുന്നത്? അത് പിന്നിലൊരു പ്രതിഭാസം വേണ്ടേ? എന്താണത്? അല്ലെങ്കിൽ കണ്ണ് കാണുന്നു, അപ്പോൾ ഒരു കരണമായ കണ്ണ് കാണുന്നുണ്ടെങ്കിൽ എന്ത് പ്രക്രിയയാണ് അതിന് പിന്നിൽ? എങ്ങനെയാണ് ഈ കാണുക എന്ന സങ്കീർണമായ പ്രതിഭാസം സംഭവിക്കുന്നത്? ആരാണതിന് കാരണമായിരിക്കുന്നത്? ഇത് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ശാസ്ത്രത്തിലേക്ക് എത്തുന്നത്. ഇത് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ തത്വചിന്തയിലേക്ക് എത്തുന്നത്. അപ്പൊ കാണപ്പെടുന്നതിൽ സംതൃപ്തനായി കഴിയുന്നവന് ശാസ്ത്രമോ തത്വചിന്തയോ ഒന്നും ആവശ്യമില്ല. കാണപ്പെടുന്നതിന് അപ്പുറത്ത് അന്വേഷിക്കുന്നവനാണ് ശാസ്ത്രവും തത്വചിന്തയും. അപ്പൊ സകല ദേവന്മാരെയും ദ്യോതിപ്പിക്കുന്നവനാര്? ചിന്തിക്കുക. അവിടെയാണ് ഈ സംബോധന, ദേവദേവ. ഒറ്റ വാക്കിൽ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്തുകളിലേക്ക് അങ്ങ് പോവാം. ആ ഒറ്റ വാക്കിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് രസതന്ത്രത്തിലേക്കും ഊർജതന്ത്രത്തിലേക്കും ഒക്കെ പോവാം. ചിന്തിച്ചു നോക്കൂ. ഹേ ദേവദേവ, തേ നമഃസ്തു, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നിന്നെ ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥം. അവിടെ ദേവദേവനെ ഏത് രൂപത്തിലാ ദേവദേവൻ പ്രകടായത്? ശംഖചക്ര ഗദാധര. ശംഖ ചക്ര ഗദകളെ ധരിച്ചിട്ടുള്ളവൻ. ഇപ്പൊ ശംഖം ചക്രം ഗദ എന്ന് പറഞ്ഞാൽ പത്മം അതിൽ ഉൾപ്പെട്ടു. പത്മം അവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്ദേശമാണ്. ആരാണ് ശംഖചക്ര ഗദാപത്മങ്ങളെ ധരിക്കുന്നത്? മഹാവിഷ്ണു. മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ സർവവ്യാപിയായിരിക്കുന്നവൻ എന്നതൊരു ഭാഗം, അതിലുപരി സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഭാവമാണ്. ജഗത് രക്ഷയാണ് അവിടുത്തെ കർത്തവ്യം. ആ ജഗത് രക്ഷയെ കാണിക്കുന്ന
ഭാവമാണ്, അല്ലെങ്കിൽ പ്രതീകങ്ങളാണ് ശംഖ, ചക്ര, ഗദ, പത്മങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിൻ്റെ കൽപ്പനയിൽ 4 കൈകൾ, 4 കൈകൾ. ആ 4 കൈകളിൽ 2 എണ്ണത്തിൽ ശാന്തിയുടെ ചിഹ്നങ്ങൾ, 2 എണ്ണത്തിൽ ഉഗ്രങ്ങളായ ആയുധങ്ങൾ. ശാന്തി മാത്രമായിട്ട് ഇരിക്കുന്നവന് ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല. ആയുധം മാത്രമായി ഇരിക്കുന്നവന് ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഉപനിഷത്ത് തന്നെ യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭേ ഭവത ഓദന എന്നുള്ള മന്ത്രം കഠോപനിഷത്തിൽ വരുന്നുണ്ട്. പരമാത്മാവിൻ്റെ മഹിമ പറയുന്ന ഭാഗമാണ്. യാതൊരുവൻ്റെ 2 ചോറുരുളകളാണോ ബ്രഹ്മക്ഷത്രങ്ങൾ എന്നാണ് മന്ത്രം. അതിൻ്റെ ഭാഷ്യത്തിൽ, വിശദീകരണത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ബ്രഹ്മക്ഷത്രേ ജഗതഃ വിധാരണഭൂതേ എന്ന്. ബ്രഹ്മക്ഷത്രങ്ങൾ ഈ ജഗത്തിനെ വിശേഷേണ ധരിക്കുന്നവയാണ്. നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ടുന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. ഈ ജഗത്തിനെ പരിരക്ഷിക്കുന്നത് ആര്? ബ്രഹ്മക്ഷത്രങ്ങളാണ്. ബ്രഹ്മവും ക്ഷത്രവും. ഓരോ വ്യക്തിയിലും ഈ 2 വേണം. ഓരോ സമാജത്തിലും ഈ 2 വേണം. ഓരോ രാഷ്ട്രത്തിലും ഈ 2 വേണം. അവിടെ ബ്രഹ്മം എന്നതുകൊണ്ട് അറിവ്, ശാന്തി എല്ലാം അർത്ഥമാക്കാം. ക്ഷത്രം എന്നതുകൊണ്ട് കരുത്ത്, ആയുധബലം, ആയോധന പാടവം എല്ലാം അർത്ഥമാക്കാം. ഇത് 2 ഒത്തുചേരണം. ഓരോ വ്യക്തിയിലും വേണം. ഓർമ്മിക്കുക, അറിവുണ്ട് കരുത്തില്ല, ഒരു പ്രയോജനമില്ല. കരുത്തുണ്ട് അറിവില്ല, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് വേദം ശാന്തി മന്ത്രം മാത്രം പറഞ്ഞ് ഉപസംഹരിച്ചിട്ടില്ല. ശാന്തി മന്ത്രം പറയുന്ന വേദം തന്നെയാണ് ഉഗ്രങ്ങളായ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ധനുർവേദവും നമുക്ക് പകർന്നു നൽകിയത്. അവിടെ ആയുധം നിർമ്മിക്കുക മാത്രമല്ല, ശാന്തിയുടെ പരമമന്ത്രങ്ങൾ ഉപദേശിച്ചു. ഈ 2 ചേർന്നിരിക്കണം. ഓരോ വ്യക്തിയിലും വേണം. ഓർമ്മിക്കുക, ഓരോ സമൂഹത്തിലും വേണം, ഓരോ രാഷ്ട്രത്തിലും വേണം. എന്നാലേ നിലനിൽക്കൂ. അപ്പം ഇവിടെ സ്ഥിതിപാലനത്തിൻ്റെ മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഒരു കയ്യിൽ ശംഖം, ഒരു കയ്യിൽ പത്മം. ശംഖം പേര് സൂചിപ്പിക്കുന്നത് തന്നെ അനന്തമായ ആനന്ദമാണ്. ശം എന്ന് പറഞ്ഞാൽ സുഖം അഥവാ ആനന്ദം. ആ അർത്ഥത്തിലാണ് നമ്മൾ ശങ്കരൻ, ശംഭു എന്നൊക്കെ പറയാറ്. ഖം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം അനന്തതയെ കാണിക്കുന്നു. ഇപ്പം ശംഖം എന്ന് പറഞ്ഞാൽ അനന്തമായ ആനന്ദം, അനന്തമായ സുഖം. അതുകൊണ്ട് ആ ശംഖത്തിൻ്റെ ധ്വനി പ്രണവധ്വനിയാണ്. ശരിയായ രീതിയിൽ ശംഖം മുഴക്കുകയാണെങ്കിൽ അത് പ്രണവധ്വനിയാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ശംഖവും ശരിയാവണം, വിളിക്കുന്ന ആൾക്കും അറിവ് വേണം. 2 ശരിയാവണം. നല്ല ശംഖം, ലക്ഷണയുക്തമായ ശംഖമാവണം. അതിൽ എന്താ പറയേണ്ടത്, കാറ്റ് നിറയ്ക്കുന്ന ആൾക്ക് അത് അറിയുകയും വേണം. ഇത് 2 ചേർന്ന നല്ല പ്രണവധ്വനിയായിട്ടാണ് വരിക. ചിലത് പീ എന്നൊക്കെ പറഞ്ഞ് വരും. അതിൻ്റെ ശംഖവും ശരിയുണ്ടാവില്ല, വിളിക്കുന്ന ആളും ശരിയുണ്ടാവില്ല. പത്മം എന്നുള്ളത്, താമര എന്നുള്ളത് ഒരു ഭാഗത്ത് ഐശ്വര്യത്തിൻ്റെയും ശാന്തിയുടെയും പ്രതീകമാണ്.
മറ്റൊരു ഭാഗത്ത് ഈ സൃഷ്ടി മുഴുവൻ സംഭവിക്കുന്ന അടിസ്ഥാനമാണ് താമരയാൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ധാരാളം പുരാണ ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് താമരയിൽ ബ്രഹ്മാവ് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഇതാണ് രണ്ട് കൈകളിലെങ്കിൽ രണ്ട് കൈകളിലോ ഗദയും ചക്രവുമാണ്. എക്കാലവും രണ്ട് തരം ആയുധങ്ങളാണുള്ളത്. സ്ഥൂലമായി കാണപ്പെടുന്നതാണേ പറയുന്നത്. ധനുർവേദത്തിൽ 3 തരം ആയുധങ്ങളാണ്. ഒന്ന് ശസ്ത്രം, ഒന്ന് അസ്ത്രം, പിന്നെ മന്ത്രായുധങ്ങൾ. ശസ്ത്രം, അസ്ത്രം, മന്ത്രായുധങ്ങൾ. ഈ മന്ത്രായുധങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം അതിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ചില വോക്കി ടോക്കി പൊട്ടിത്തെറിക്കുക, അതൊക്കെ ശസ്ത്രമല്ല അസ്ത്രമല്ല, രണ്ടുമല്ല. വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചതിനേക്കാൾ എണ്ണം കൂടുതൽ പേജർ പൊട്ടിത്തെറിച്ചതാണ്. ഭീകരവാദികളുടെ മാത്രം കൈകളിലുള്ള പേജർ. അത് കഷ്ടകാലത്തിന് അവരെ കുട്ടികളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും പൊട്ടലേൽക്കും. അതിപ്പോൾ നിവൃത്തിയില്ല, അതിനിപ്പോൾ നിവൃത്തിയില്ല. വേറെ ആർക്കും പരിക്കില്ല, വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ എന്തൊരു അത്ഭുത! അത് മന്ത്രായുധങ്ങളിൽപ്പെട്ടതാണ്. ഇപ്പം ശസ്ത്രം, അസ്ത്രം, മന്ത്രം, ഇങ്ങനെ 3 ആയുധങ്ങളാണ്. 3 ഉള്ളൂ. ശസ്ത്രത്തിൻ്റെ വിശേഷം എന്താ? കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നത് ശസ്ത്രം, വടി, വാള്, കുന്തം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഗദ ഒക്കെ തന്നെ. അസ്ത്രം എന്ന് പറഞ്ഞാൽ കൈ വിട്ടുപയോഗിക്കുന്നത്, അതാണ് കൂടുതൽ ഇല്ലേ? കൈ വിട്ടുപയോഗിക്കുന്നതാണ് കൂടുതൽ. മിസൈലുകൾ, അമ്പ്, വെടിയുണ്ട തുടങ്ങിയവ. തോക്കെന്ന് പറഞ്ഞേക്കരുതേ, തോക്ക് അസ്ത്രമല്ല. തോക്കുകൊണ്ട് അടിച്ചാൽ അത് ശസ്ത്രമാണ്. തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചാൽ അത് അസ്ത്രമാണ്. അങ്ങനെ. അപ്പം ചക്രം, ചക്രം എന്താണ്? ചക്രം അസ്ത്രമാണ്. ഗദയോ ശസ്ത്രമാണ്. അപ്പൊ ധനുർവേദത്തിൽ പറയുന്ന 2 വിഭാഗത്തിൽപ്പെട്ട ആയുധങ്ങളും, മന്ത്രായുധം പിന്നെ കാണാൻ പറ്റില്ല. അത് എതിലേക്കാ വരിക എന്ന് പറയാനും പറ്റില്ല. ഈ 2 തരം ആയുധങ്ങളുമാണ് ഭഗവാന്റെ കയ്യിൽ. അപ്പോൾ ഒരു ഭാഗത്ത് ആയുധങ്ങൾ, മറ്റൊരു ഭാഗത്ത് ശാന്തി. ഈ രണ്ടിൻ്റെയും സമന്വയമുള്ളത് കൊണ്ടാണ് സ്ഥിതിപാലകനായി മഹാവിഷ്ണു ഇരിക്കുന്നത്. ഇത് രണ്ടിൻ്റെ സമന്വയം ഇല്ലാച്ചാലോചിച്ച് നോക്കുക എന്താ സംഭവിക്കുകയെന്ന്. വെറും ആയുധങ്ങൾ മാത്രമാണെങ്കിൽ അവൻ അക്രമകാരിയായിരിക്കും. അതെ, ആയുധങ്ങളില്ല ശാന്തി മാത്രമാണെങ്കിലോ എന്താ ഉണ്ടാവുക? അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭഗവാന്റെ രൂപം ഇല്ല. എങ്കിലും നമുക്കൊന്ന് ആലോചിക്കണതിന് വിരോധമില്ലല്ലോ. ഭഗവാനെങ്ങാണ്ട് ഗദയും ചക്രവും മാറ്റി വെച്ചു എന്ന് വിചാരിച്ചോളൂ. ആൺകുട്ടികൾ വന്ന് താമരയും ശംഖുടുത്ത് കൊണ്ടുപോകും. ഇല്ല, കൊണ്ടുപോകില്ല. എന്താ സംശയം? ആർക്കാ സംശയമുള്ളത്? ഒരു സംശയമില്ല. ഈ ആൺകുട്ടികൾ വന്ന് കൊണ്ടുവന്നാൽ പെൺകുട്ടി കൊണ്ടുപോകുന്നില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. എല്ലാവരും കൊണ്ടുപോകും. അന്നത്തെ കാലത്ത് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അയ്യോ, കാരണം ചില സ്ഥലത്തൊക്കെ ഭാഷയിൽ അല്പം ഒരു ഏതെങ്കിലും ലിംഗചായ്വ് വന്നു കഴിഞ്ഞാൽ ഉടനെ ചാടി വീഴുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പറയും അയ്യോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. ആണ് പെണ്ണ്, നപുംസകം അല്ലെങ്കിൽ ഉഭയലിംഗി ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. നല്ല കരുത്തുള്ളവരെടുത്തു കൊണ്ടുപോകുന്ന അർത്ഥം. അപ്പോൾ ഭഗവാന്റെ ഈ രൂപം ധ്യാനിക്കണവർ, ജപിക്കണവരെന്ത് വേണം? തന്നിലും ഈ രണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. കരുത്തും വേണം, അറിവും വേണം. ഇത് ഒത്തുചേരണം. ഏതായാലും ശംഖചക്ര ഗദാധര എന്ന് സംബോധന ചെയ്യാണ്. പരമാത്മാ
വ്യാഖ്യാനിക്കാൻ നിൽക്കണില്ല. ആത്മാ അസ്തിത്വമാണ്, ഉണ്മയാണ്, സത്തയാണ്. ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക് അതീതമായതുകൊണ്ട് പരമാണ്. പരവും ആത്മാവുമായത് എന്തോ അത് പരമാത്മാ. അച്യുത, ച്യുതി ക്ഷയമില്ലാത്തവൻ, കാലാതീതൻ, നാശരഹിതൻ. അനന്തഃ, ദേശം കൊണ്ടും കാലം കൊണ്ടുമുള്ള അന്തഭാവം ഇല്ലാത്തവൻ, അനന്തൻ. ത്വം പൂർണ്ണഃ, നീ പൂർണ്ണനാണ്, ഒരു പ്രകാരത്തിൽപ്പെട്ട പരിമിതിയുമില്ല. പുരുഷോത്തമഃ, പരമാത്മാ എന്നുള്ള പറഞ്ഞ ആവർത്തിച്ചു. ഉത്തമ പുരുഷസ്ത്വന്യഃ, പരമാത്മാ, പുരുഷോത്തമൻ പരമാത്മാവ് തന്നെ. ഇങ്ങനെ തീർത്തും വിസ്മയാവിഷ്ടയായിട്ട് സ്തുതിക്കുകയാണ് കൗസല്യ. വദന്ത്യഗോചരം വാചം ബുദ്ധ്യാദീനാമതീന്ദ്രിയം ത്വാം വേദവാദിന സത്താമാത്രം ജ്ഞാനൈക വിഗ്രഹം. ത്വാം വേദവാദിനഃ വദന്തി, നിന്നെക്കുറിച്ച് വേദവാദികൾ പറയുന്നു. വേദത്തെ പറയുന്നവരാണ് വേദവാദികൾ. വേദവാദികളായ വിദ്വാൻമാർ നിന്നെ എന്താ പറയണത്? വാചാമഗോചരം, വാക്കുകൾക്ക് അഗോചരനാണെന്ന് പറയുന്നു. നോക്കൂ, ഏതെങ്കിലും ഒന്നിന് ജാതി, നാമ, രൂപ, ഗുണ, ക്രിയാ സംബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വാക്കുകൊണ്ട് പറയാം. ജാതി, അത് തന്നെ ജാതി എടുക്കാം. ഒരു ജാതി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ന ജാതിയിൽപ്പെട്ടതാണ്. മനുഷ്യജാതി, പട്ടിജാതി, അല്ലെങ്കിൽ പൂച്ചജാതി, ഇല്ലേ? അങ്ങനെ പല ജാതികളുണ്ട്. അപ്പം ഏതെങ്കിലും ജാതി പറയാം, ഇന്നതാണെന്ന് പറയാം. അപ്പം മനസ്സിലാക്കാനും സാധിക്കും. അല്ലെങ്കിൽ നാമം, എന്തെങ്കിലും ഒരു പേര്. അപ്പോൾ ഒരു പേരുണ്ടെങ്കിൽ അത് പറയാൻ പറ്റും, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. രൂപം, എന്തെങ്കിലും രൂപം ഒരാൾക്കുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം, പറയാം. എന്തെങ്കിലും ഒന്നിന്, ഒരാൾക്ക് എന്ന് പറയരുത്, ഒന്നിന്. ഗുണം, എന്തെങ്കിലും ഒരു ഗുണമുള്ളതാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, പറയാം. ക്രിയ, എന്തെങ്കിലും ക്രിയ ഉണ്ടെങ്കിൽ ആ നടക്കണത്, ഓടുന്നത്, ചാടുന്നതെന്നൊക്കെ പറയാം. സംബന്ധം, മറ്റെന്തെങ്കിലും ഒന്നുമായിട്ടുള്ള ബന്ധം, ആ മരത്തിൻ്റെ മുകളിലുള്ള, അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ, ആ കസേരയിൽ നിൽക്കണം, ഒക്കെ പറഞ്ഞിട്ട് പറയാം. എന്നാൽ ഈ വക ജാതി, നാമരൂപഗുണ, ക്രിയാ സംബന്ധങ്ങൾ ഇല്ലാത്തതിനെ എങ്ങനെയാ വാക്കുകൊണ്ട് പറയുക? കഴിയില്ല. അതുകൊണ്ട് വാചാം അഗോചരം വദന്തി, ബുദ്ധ്യാദീനാം അഗോചരം. വാക്കിന് മാത്രമല്ല, ബുദ്ധി തുടങ്ങിയവയ്ക്കും, ബുദ്ധി, മനസ്സ് എന്നിവയ്ക്കും അഗോചരമാണ്. പോരാ, അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഉപരിയുള്ളതാണ്. ഒരു ഇന്ദ്രിയത്തെ കൊണ്ടും പരമാത്മാവിനെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് വേദവാദികൾ പറയുന്നു. പിന്നെന്താ? സത്താമാത്രം, കേവലമായ ഉണ്മ. സത്താമാത്രം, കേവലമായ ഉണ്മ. എന്താ ഈ കേവലമായ? കലർപ്പില്ലാത്തത് മാത്രം. സത്ത്, ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെ എന്തെന്തെല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടോ അതിന് മുഴുവൻ കാരണഭൂതമായ ഉണ്മ എന്താണ്? ചിന്തിക്കുക. ആ ഉണ്മയെയാണ് സത്താമാത്രം എന്ന് പറഞ്ഞത്. ജ്ഞാനൈക വിഗ്രഹം, ജ്ഞാനൈക വിഗ്രഹമാണ് നീ. ജ്ഞാനം തന്നെ സ്വരൂപമായവൻ. ഇങ്ങനെയൊക്കെ വേദജ്ഞന്മാർ പറയുന്നല്ലോ. നോക്കൂ, ത്വമേവ മായയാ വിശ്വം സൃജസ്യവസി ഹംസി ച സത്വാദിഗുണ സംയുക്ത തുര്യ ഏവാമല സദാ. ത്വമേവ മായയാ വിശ്വം സൃജസി അവസി ഹംസി. ത്വം ഏവ, നീ തന്നെയാണ്. മായയാ, മായയാൽ, മായയെ സ്വീകരിച്ച്
മായികമായ തലത്തിൽ ഈ വിശ്വത്തെ അഖിലവും സൃജസി സൃഷ്ടിക്കുന്നു, അവസി രക്ഷിക്കുന്നു, ഹംസി നശിപ്പിക്കുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒന്ന് തന്നെ. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. ആ ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ്റെ ഭാവങ്ങളായിട്ടാണ് സകല ദേവതാഭാവങ്ങളും നിലകൊള്ളുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നീ ഏകനാണ് ഈ വിശ്വം മുഴുവൻ സൃഷ്ടിക്കുന്നതും സ്ഥിതിപാലനം ചെയ്യുന്നതും സംഹരിക്കുന്നതും. അതെങ്ങനെ? സത്വാദി ഗുണസംയുക്ത. സത്വഗുണത്തോട് ചേർന്ന് രക്ഷിക്കുന്നു, രജോ ഗുണത്തോട് ചേർന്ന് സൃഷ്ടിക്കുന്നു, തമോ ഗുണത്തോട് ചേർന്ന് സംഹരിക്കുന്നു. അപ്പൊ ഇതാണോ നിന്റെ ശരിയായ സ്വരൂപം? ഒരിക്കലും അല്ല. പിന്നെന്താണ്? തുര്യ ഏവാമല സദാ. വാസ്തവത്തിൽ നീ തുര്യനാണ്. തുര്യൻ, തുര്യൻ എന്നൊക്കെ പറഞ്ഞാൽ നാലാമത്തേതെന്നാണ് അർത്ഥം. ശ്രദ്ധിക്കണേ, തുരീയ ശബ്ദത്തിന് വേറൊരർത്ഥവും ഇല്ല. തുര്യ ശബ്ദത്തിന് നാലാമത്തേതെന്നേ അർത്ഥമുള്ളൂ. അത് പ്രസിദ്ധമായ ശബ്ദമാണ് ചതുരെന്നുള്ളത്. ചതുര്, നാല് എന്ന അർത്ഥത്തിൽ ചതുര് ശബ്ദം പ്രസിദ്ധമാണ്. ഈ ചതുര് ശബ്ദത്തിൻ്റെ കൂടെ യ എന്നോ ഈയ എന്നോ വരുമ്പോൾ ചകാരം ലോപിച്ചു പോകും. അപ്പൊ ചതുര് പ്ലസ് യ എന്താവും? ച ലോപിച്ചാൽ തുര്യ. ചതുര് പ്ലസ് ഈയ തുരീയ. അങ്ങനെയാണ് ശബ്ദസിദ്ധാവുന്നത്. അപ്പൊ മൂന്നിനുപരിയുള്ളതാണ് നാല്. നാലെന്ന് പറഞ്ഞാൽ മൂന്നിനുപരിയുള്ളത്. ഈ പറഞ്ഞ മൂന്നും അല്ല പരമാർത്ഥം. ഏതൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയോട് ചേർന്ന് ത്രിമൂർത്തികളായി തീർന്ന് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും സ്ഥിതിപാലനം ചെയ്യുകയും സംഹരിക്കുകയും ചെയ്യുന്നത് നീയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതല്ല നിന്റെ പരമാർത്ഥത്തിലുള്ള സ്വരൂപം. നീ ഈ മൂന്നിനും ഉപരിയുള്ളവനാണ്. തുര്യേവ. അതെന്താ തുര്യന്റെ സ്വരൂപം? അമലഹ, അമലമാണ്, അവിദ്യാലേശമില്ലാത്തതാണ്, അഥവാ മായാലേശമില്ലാത്തതാണ്. അതാണ് നിന്റെ പരമാർത്ഥത്തിലുള്ള സ്വരൂപം എന്ന് പറയുകയാണ്. നോക്കൂ, ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ ദീർഘാവുകയെ, അങ്ങോട്ട് പോണില്ല, അർത്ഥം പറയണേ ഉള്ളൂ. കരോഷീവന കർത്താത്വം ഗച്ഛസീവന ഗച്ഛസി ശൃണോഷിന ശൃണോഷീവ പശ്യസീവന പശ്യസി. ഒക്കെ ഉപനിഷത്തിലെ മന്ത്രങ്ങൾ അനുവാദം ചെയ്ത പോലെയാണ് ഈ സ്തുതിയുള്ളത്. നോക്കൂ, കരോഷീവന കർത്താത്വം. ത്വം നീ, കരോഷി ചെയ്യുന്നു, ഇവ എന്ന പോലെയാ, എന്നാ കർത്താ. എന്നാ വാസ്തവത്തിൽ നീ കർത്താവാണോ? അല്ല. അപ്പൊ വ്യവഹാരത്തിൽ നീ കർത്താവായി കാണപ്പെടുന്നു. കരോഷി, നീ ചെയ്യുന്നു. എന്തിനു ചെയ്യുന്നു? ഈ ജഗത്തിനെ മുഴുവൻ ചെയ്യുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നു, നിഗ്രഹാനുഗ്രഹങ്ങളെ ചെയ്യുന്നു. അപ്പൊ എല്ലാം ചെയ്യുന്നവനായിട്ട് നീ കാണപ്പെടുന്നു. എന്നാൽ നീ വാസ്തവത്തിൽ ഒന്നിൻ്റെയും കർത്താവല്ല. കരോഷീവന കർത്താത്വം ഗച്ഛസീവ ന ഗച്ഛസി. ചരിക്കുന്നത് പോലെയാ, എന്നാൽ ചരിക്കുന്നില്ല. എവിടുന്ന് എങ്ങോട്ട് ചരിക്കാനാ? എവിടുന്ന് എങ്ങോട്ട് ചരിക്കാൻ? സർവവ്യാപി എവിടുന്ന് എങ്ങോട്ട് ചരിക്കാനാ? അല്പവ്യാപി ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് ചരിക്കാം. ശ്രദ്ധിക്കുക. ശൃണോഷിന ശൃണോഷീവ. കേൾക്കുന്നു, നീ കേൾക്കുന്നു, എന്നാൽ കേൾക്കുന്നില്ല. ഇതെന്താണ്? പശ്യസി വന പശ്യസി. നീ കാണുന്നു, എന്നാൽ കാണുന്നില്ല. ഇവിടൊക്കെ
ഇതൊക്കെ പഠിക്കുമ്പോൾ ഉപനിഷത്തിലൊരു മന്ത്രം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. മന്ത്രം ഇതാണ്: ന വിജാനീമോ യഥൈതനുശിഷ്യാത്. ഇതിനെ എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ആരാ പറയുന്നേ? സർവജ്ഞനായ ഋഷിയാണ് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മളാരെങ്കിലും ആണെങ്കിൽ അപ്പോൾ ഋഷിയോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയുന്ന ആരുടെടുത്തെങ്കിലും പോയിക്കോട്ടെ എന്ന് ചോദിക്കും, ഇല്ലേ? അതെ, നിങ്ങൾക്കറിയില്ല വെച്ചാൽ ഞാൻ വെറുതെ, നിങ്ങൾക്കത് ആദ്യമേ പറഞ്ഞുകൂടെയായിരുന്നു എനിക്കറിയില്ല. മനുഷ്യൻ വെറുതെ പല പരിപാടിയും വെച്ചിട്ട് അതൊക്കെ ഒഴിവാക്കി ഉപദേശം കേൾക്കാൻ വേണ്ടി വന്നിട്ട് നിങ്ങൾ വലിയ ഹേമത്തരത്തിൽ തുടങ്ങിയിട്ട് എന്താ പറയണത്? ഉപദേശിക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞാൽ പോലെയായിരുന്നു. മനുഷ്യന് എത്ര സമയം നഷ്ടമാവില്ലായിരുന്നു, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഉപനിഷത്തിലെ ശിഷ്യം മനസ്സിലാക്കി. കാരണം ഇവിടെ ഉപദേശിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയല്ല അവിടെ ഹേതു, മറിച്ച് സത്യം വാക്കിന് വിഷയമല്ല എന്നുള്ളതാണ്. വാക്കിന് വിഷയമായതിനെ നമുക്ക് വാക്കുകൊണ്ട് പറയാം, വാക്കിന് വിഷയമല്ലാത്തതിനെ എങ്ങനെ പറയും? ചിന്തിക്കൂ. ഉപനിഷത്ത് ആവർത്തിച്ച് പറയും, യദ്വാചാനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ. യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ, യാതൊന്നിനാൽ വാക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നുവോ, അല്ലെങ്കിൽ യത്തോ വാചോ നിവർത്തന്തേ, എവിടുന്നാണോ വാക്കുകൾ പിന്തിരിയുന്നത്. അപ്പൊ അതുകൊണ്ട് വാക്കുകൊണ്ട് ഉപദേശിക്കാൻ കഴിയില്ല, അതാണ് അർത്ഥം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശിഷ്യനുള്ളിൽ അല്ലെങ്കിൽ ജിജ്ഞാസുവിനുള്ളിൽ ഒരു പ്രത്യേകം ഒരു ചിന്തിക്കാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ള കൃപ കൊണ്ട് ആചാര്യന്മാർ പല പദങ്ങളെ പ്രയോഗിക്കും. അതുപോലെ തന്നെയാണ് പരമാത്മാവിനെ വാക്കുകൊണ്ട് സ്തുതിക്കാൻ പറ്റില്ല എന്നറിയുമ്പോൾ ഏതെങ്കിലും വാക്കുകളെ പ്രയോഗിച്ച് സത്യത്തെ ദ്യോതിപ്പിക്കും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചെയ്യുന്നവനെ പോലെയാകുന്നു എന്നാൽ നീ ചെയ്യുന്നവനല്ല, ചലിക്കുന്നവനെ പോലെയാകുന്നു എന്നാൽ നീ ചലിക്കുന്നില്ല, കേൾക്കുന്നവനെ പോലെയാകുന്നു നീ കേൾക്കുന്നില്ല, കാണുന്നവനെ പോലെയാകുന്നു നീ കാണുന്നില്ല. വാക്കിനതീതമായ സത്യത്തെ വെളിപ്പെടുത്തുമ്പോഴുള്ള വാക്കിൻ്റെ പരിമിതിയാണ് ഇവിടെ മുഴുവനുള്ളത്. ശ്രദ്ധിക്കുക, നോക്കൂ. അപ്രാണോ ഹ്യമനാശുദ്ധ ഇത്യാദി ശ്രുതിരബ്രവീത് സമ സർവേഷു ഭൂതേഷു തിഷ്ഠന്നപി ന ലക്ഷ്യസേ. അപ്രാണോ ഹ്യമനാശുദ്ധ, ഹ്യക്ഷരാത് പരത പര, ഇതാണ് പൂർണ്ണമായി മന്ത്രം. അപ്രാണോ ഹ്യമന, പ്രാണനില്ലാത്തവൻ, മനസ്സില്ലാത്തവൻ, ശുദ്ധൻ. ഇങ്ങനെയൊക്കെ സാക്ഷാൽ വേദം ആരെയാണോ വാഴ്ത്തുന്നത്, അപ്രാണോ ഹ്യമനോ ഹമന ശുദ്ധ എന്നിങ്ങനെ വേദം ആരെയാണോ വാഴ്ത്തുന്നത്, സമസർവേഷു ഭൂതേഷു തിഷ്ഠന്നപി, സകല ഭൂതങ്ങളിലും സമനായി നിലകൊള്ളുന്നുവെങ്കിലും ന ലക്ഷ്യതേ, സർവഭൂതങ്ങളിലും സമനായി കുടികൊള്ളുന്നെങ്കിലും ന ലക്ഷ്യതേ, ലക്ഷീകരിക്കപ്പെടുന്നില്ല, കാണപ്പെടുന്നില്ല. സർവഭൂതങ്ങളിൽ അവിടെ നിൽക്കട്ടെ, ഞാൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പുള്ളതല്ലേ, അല്ലേ? അതെ, ഞാൻ ഉണ്ടോ എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടോ? അറിയില്ല. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇല്ല എന്ന അറിവ് ആർക്കെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ?
അതുമില്ല. അപ്പം ഞാൻ ഇല്ല എന്ന അറിവോ ഞാൻ ഉണ്ടോ എന്ന സംശയമോ നമുക്ക് ആർക്കും ഇല്ല. പിന്നെയോ ഞാൻ ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഉറപ്പാണ്. ഇവിടെയാണ് ഈ ബൗദ്ധന്മാർ ഓടിപ്പോണത്. കാരണം ഇല്ല എന്നാണ്, ശൂന്യം എന്നാണ് പറഞ്ഞത്. എങ്ങനെയാത്? ഞാൻ ഉണ്ടല്ലോ, ഇല്ല എന്നെങ്ങനെ പറയും? ശരി, അപ്പം അത്രയും നമുക്ക് ഉറപ്പാട്ടോ ഞാൻ ഉണ്ടെന്നുള്ളത്. എന്നാ പറയുക, ഞാൻ ആരാ? ആരാ ഞാൻ? ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഇപ്പം ഞാൻ ഇന്നാളാന്നൊക്കെ പറയും, ഞാൻ സ്വാമി ചിദാനന്ദപുരി എന്നൊക്കെ പറയും. സ്ഥൂല ശരീരത്തിൽ കൽപ്പിക്കപ്പെട്ട, പ്രാണങ്ങളിൽ കൽപ്പിക്കപ്പെട്ട, മനസ്സിൽ കൽപ്പിക്കപ്പെട്ട, ബുദ്ധിയിൽ കൽപ്പിക്കപ്പെട്ട വിശേഷങ്ങളെ തന്നിലേക്ക് അധ്യാരോപിച്ച് ഇത് ഞാൻ എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്കറിയാം ഇതല്ല ഞാൻ. അപ്പം ഞാൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണെങ്കിലും ഞാൻ ആരാന്നുള്ള തിരിച്ചറിവില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. ചിന്തിക്കുക. അപ്പോൾ തിഷ്ഠൻ അപി ന ലക്ഷ്യതേ, സർവഭൂതങ്ങളിലും നിലകൊള്ളുന്നവനാണെങ്കിലും ലക്ഷീകരിക്കപ്പെടുന്നില്ല. ഞാനെന്ന് സദാ നമ്മളൊക്കെ പറഞ്ഞാലും ലക്ഷീകരിക്കപ്പെടുന്നില്ല, അറിയുന്നില്ല. ഇതെന്തൊരു അത്ഭുതം എന്ന് ആലോചിച്ച് നോക്കൂ. ഇതല്ലേ ഏറ്റവും വലിയ അത്ഭുതം. അജ്ഞാനധ്വാന്തചിത്താനാം വ്യക്ത ഏവ സുമേധസാം ജഠരേ തവ ദൃശ്യന്തേ ബ്രഹ്മാണ്ട പരമാണവഃ. അജ്ഞാനധ്വാന്തചിത്താനാം വ്യക്ത ഏവ സുമേധസാം. അജ്ഞാനത്തെ ധ്വംസിച്ച, നശിപ്പിച്ച, ഇല്ലാതാക്കിയ ബുദ്ധിയോടുകൂടിയവർക്ക്, അജ്ഞാനത്തെ കഴുകിക്കളഞ്ഞ ബുദ്ധിയോടുകൂടിയവർക്ക്, ആർക്ക്? സുമേധസാം, ശോഭനമായ തെളിഞ്ഞ മേധാശക്തിയുള്ളവർക്ക്, തെളിഞ്ഞ മേധയോടുകൂടിയവർക്ക്. കുടിലത, വക്രത ഇല്ലാത്തവർക്ക് എന്നർത്ഥം. വ്യക്തയേവ, നീ വ്യക്തനാണ്, അവർക്കറിയാം നിന്റെ സ്വരൂപം എന്ന് മാത്രമല്ല, ജഠരേ തവ ദൃശ്യന്തേ ബ്രഹ്മാണ്ടാ പരമാണവഃ. സകല ബ്രഹ്മാണ്ടങ്ങളും സകല പരമാണുക്കളും, പരമാണു മുതൽ ബ്രഹ്മാണ്ടം വരെയുള്ള സകലവും ഹേ ഭഗവാനെ നിന്റെ ജഠരത്തിലാണ് വർത്തിക്കുന്നത്, നിന്റെ വയറ്റിലാണ് വർത്തിക്കുന്നത്. എല്ലാം നിന്നിൽ കുടികൊള്ളുന്നു. അതാണ് വേവേഷ്ടി സർവമിതി വിഷ്ണു. സർവത്തിലും വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു എന്നൊരർത്ഥം. വേറൊരർത്ഥം വിശ്വപ്രവേശ എന്നുള്ള ധാതുവിനനുസരിച്ച് സകല പ്രപഞ്ചവും ആരിൽ പ്രവേശിച്ചിരിക്കുന്നുവോ അവനാണ് വിഷ്ണു. സകല പ്രപഞ്ചവും ആരിൽ പ്രവേശിച്ചിരിക്കുന്നു അവൻ വിഷ്ണു. അതാണ് നിന്റെ ജഠരത്തിലാണ് സകല പ്രപഞ്ചവും നിലകൊള്ളുന്നത്. നോക്കൂ, ത്വം മമോദര സംഭൂത ഇതി ലോകാൻ വിഡംബസേ ഭക്തേഷു പാരവശ്യം തേ ദൃഷ്ടം മേദ്യ രഘുത്തമാ. ആ പരമാത്മാവിൽ നിന്ന് ഇറങ്ങി വന്നു രഘുത്തമ എന്നുള്ളതിലേക്ക് എത്തുകയാണ്. ത്വം മമോദര സംഭൂത. അപ്പൊ സകല പ്രപഞ്ചവും നിന്റെ വയറിലാണുള്ളത്. അങ്ങനെയുള്ള നീ എൻ്റെ വയറിൽ വന്നുവല്ലോ, അത് നടക്കില്ല അല്ലേ? സകല പ്രപഞ്ചവും ഭഗവാനെ നിന്റെ വയറിലാണ്. അങ്ങനെയുള്ള നീ മമ ഉദര സംഭൂത, എൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നല്ലോ. അതെന്ത് കഥയാണത്? അപ്പൊ അതിലെന്താ മനസ്സിലാക്കണം? ലോകാൻ വിഡംബസേ, നീ ലോകങ്ങളെ മുഴുവൻ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ഈ മായികമായൊരു പ്രയോഗം ചെയ്തിട്ട് നിന്റെ പരമാർത്ഥത്തിലുള്ള ഭാവത്തെ അറിയിക്കാതിരിക്കുകയാണ്. ഗീതയിൽ സ്പഷ്ടമായി പറഞ്ഞു തരും. അവ്യക്തം വ്യക്തിമാപന്നം.
മന്യന്തേ മാം അബുദ്ധയഃ. അല്ലെങ്കിൽ വേറൊരിടത്ത് അതേ അർത്ഥം വേറൊരു തരത്തിൽ പറയുന്നുണ്ട്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്തഃ എന്ന്. എൻ്റെ പാരമാർത്ഥികമായ ഭാവത്തെ അറിയാതെ മൂഢന്മാരെന്നെ അവഗണിക്കുന്നു, അവജ്ഞ ചെയ്യുന്നു. എങ്ങനെ? മാനുഷീം തനുമാശ്രിതം, ഈ മനുഷ്യരൂപത്തെ പ്രാപിച്ചവൻ മാത്രമാണ് ഞാനെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. മനുഷ്യാകാരത്തിൽ മാത്രം എന്നെ കാണുന്നു. പരംഭാവം അജാനന്തഃ, പരമമായ ഭാവത്തെ അറിയാത്തത് കൊണ്ടായി സംഭവിക്കുന്നത്. അപ്പം മനുഷ്യാകാരം ഭഗവാനല്ലേ? അതേ, മനുഷ്യാകാരവും ഭഗവാൻ തന്നെ, അതിനപ്പുറമാണ്. അതിൽ മാത്രം ഒതുങ്ങിയവനല്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ ഇത് മാത്രമാണ് ഭഗവാൻ എന്ന് ധരിക്കുന്നു. ചിന്തിക്കുക. അതാണ് പറഞ്ഞത്, എൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവനായിട്ട് നീ ലോകരെ തെറ്റിദ്ധരിപ്പിക്കുക. നിന്റെ പാരമാർത്ഥികമായ രൂപത്തെ അറിയില്ല. പിന്നെ അത് രാമൻ കൗസല്യാപുത്രനാണ്, കൗസല്യ പ്രസവിച്ചതാ എന്ന് മാത്രം കണ്ട് അതിനപ്പുറത്തുള്ള ഭാവത്തെ അറിയാതിരിക്കുന്നു. ഇത് എനിക്കൊന്നേ പറയാനുള്ളൂ, ഭക്തേഷു പാരവശ്യം തേ. ഇത് കാണിക്കുന്നത് ഭക്തന്മാരിൽ നീ പരവശനാണെന്നുള്ളതാണ്. ഭക്തന്മാരോടുള്ള കൃപ എന്ന് പറഞ്ഞാൽ പോരാ, പാരവശ്യം തന്നെ പറയണം. ഭക്തന്മാരുടെ മുമ്പിൽ നീ പരവശനാ, അവശനാ. ആ ഒരു കൃപയാണ്, ആ പാരവശ്യമാണ് നീ ഇപ്പം എൻ്റെ മകനായിട്ട് വന്നിട്ടുള്ളത്. ഹേ രഘുത്തമ, അല്ലയോ രഘുവംശത്തിൽ ഉത്തമനായിട്ടുള്ളവനെ. അപ്പം നോക്കൂ, ദേവദേവ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് എവിടെ എത്തി? രഘുത്തമനിലെത്തി. ഇതാണ് ഈ സനാതനധർമ്മത്തിൻ്റെ വലിയ ഒരു സവിശേഷത. ഭഗവാനെ ഏത് രൂപത്തിലും കാണാൻ നമുക്ക് അധികാരമുണ്ട്. ഭഗവാനെ ഏത് നാമത്തിലും വിളിക്കാൻ നമുക്ക് അധികാരമുണ്ട്. സനാതനധർമ്മത്തിലേ അതുള്ളൂ, വേറെ എവിടെ ഇല്ല. മറ്റൊക്കെ വലിയ പാപായി പോവും. അല്പൊരു ബഹുമാനം കുറച്ച് വിളിച്ചാലൊക്കെ വലിയ പ്രശ്നമാവും. ചിന്തിക്കുക. സംസാരസാഗരേ മഗ്ന പതിപുത്രധനാദിഷു ഭ്രമാമി മായയാ തേദ്യ പാദമൂലമുപാഗതാ ദേവത്വദ്രൂപമേതന്മേ സദാ തിഷ്ഠതു മാനസേ ആവൃണോതു ന മാം മായാ തവ വിശ്വവിമോഹിനി. സംസാരസാഗരത്തിൽ മഗ്നയായി, മഗ്ന മുങ്ങിയവളായി ഞാൻ കഴിയാണ്. ഭ്രമാമി, ഭ്രമിക്കുന്നു, കറങ്ങുന്നു എന്നർത്ഥം. ഞാൻ വട്ടം കറങ്ങുകയാണ്. പതിപുത്രധനാദിഷു, പതി തന്നെ, പതി പത്നി ഇല്ലേ? പതി തന്നെ, പത്നി പതിയൊക്കെ പത്തില് ഗതൗ എന്നുള്ള ധാതുവിൽ നിന്നാണ് വരുന്നത്. രണ്ട് ശബ്ദവും അർത്ഥം വരിക മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് സഞ്ചരിക്കുന്നവരാണ് പതിയും പത്നിയും. നല്ല വാക്കാ. എന്ത് സമ്പന്നരാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പതി എന്നുള്ളതിന് എങ്ങനെ ഇംഗ്ലീഷ് പറയുക? ഹസ്ബൻഡ് അല്ലേ? പതി ഹസ്ബൻഡ്. ശരി, ഭർത്താവ് എന്താ പറയണ്ടേ? ഹസ്ബൻഡ്. അതെ. പത്നി വൈഫാണ്, പത്നി വൈഫ്. ജായ വൈഫ്, ധാരം വൈഫ്, ഭാര്യ വൈഫ്, സഹധർമ്മിണി വൈഫ്. ഇതൊക്കെ വൈഫ് തന്നെയാണ്. സംസ്കൃതത്തിൽ ഓരോന്നിനും ഓരോ അർത്ഥമാണ്. എന്ത് സമ്പന്നരാ നമ്മളെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഈ സമ്പന്നത നമ്മൾ പരിചയപ്പെടുകയും നമ്മുടെ മക്കൾക്കെങ്കിലും പരിചയപ്പെടുത്തുകയും വേണ്ടേ? ആലോചിച്ച് നോക്കുക. ഈ സമ്പന്നത നമ്മൾ ആദ്യം പരിചയപ്പെടണം, നമ്മുടെ മക്കൾക്കെങ്കിലും പരിചയപ്പെടുത്തണം. നമ്മൾ ദരിദ്രരാവരുത്, ഒരിക്കലും ദരിദ്രരാവരുത്. ഈ ഭാഷയുടെ സമ്പന്നത, ഇപ്പൊ പത്നി എന്ന് പറയുമ്പോൾ മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് സഞ്ചരിക്കുന്നവളാണ് പതിയും പത്നിയും. സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ധർമ്മം ചരിക്കുന്നവളാണ്. ഇത് രണ്ടുമാണ് ഉത്തമമായ പദങ്ങൾ. ഭാര്യ അത്ര ഒരു സുഖം പോരാ അല്ലേ? ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ, പോഷിപ്പിക്കപ്പെടേണ്ടവൾ എന്നൊക്കെയാണ് അർത്ഥം. അതൊരു സുഖം അത്ര പോരാത്തൊരു വാക്കാണത് ഭാര്യ എന്നുള്ളത്. ഭാര്യ ഭർത്താവ് എന്നുള്ളതൊരു സുഖമില്ല. ദാരം ഒട്ടും സുഖമില്ല കേട്ടോ. ദാരം എന്ന് പറഞ്ഞാലും പത്നി തന്നെയാണ്. ദാരം തുളയ്ക്കുന്നവളാ. അതിപ്പോൾ ഒക്കെ നമുക്കും അറിയില്ലേ, ഒക്കെ ഓരോരുത്തർ ചിന്തിച്ചു നോക്കാം ശരിക്കും ആണോ അല്ലയോ എന്നൊക്കെ. എന്തായാലും കൊള്ളാം. ഇതൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ ഒക്കെ വൈഫാ. സംസ്കൃതത്തിൽ ഓരോന്നിനും ഓരോ അർത്ഥമാണ്. ജായ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അതും വൈഫ് തന്നെയാണ്. പക്ഷെ ജായ എന്ന് സംസ്കൃതത്തിൽ പറയുമ്പോൾ ആത്മാർത്ഥം പുത്രം പുത്രീം വാ ജനയതീതി ജായ, തനിക്ക് വേണ്ടി മക്കളെ ജനിപ്പിക്കുന്നവളാണ് ജായ. ഇത് പറഞ്ഞ സാന്ദർഭികമായി പറഞ്ഞോ മാത്രം, ഈ സമ്പന്നതയെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര സമ്പന്നമായൊരു ഭാഷ വേറെ ഏതാ ഉള്ളത് ലോകത്തിൽ? നമ്മളതിൻ്റെ സമ്പന്നത വേണ്ട പോലെ അറിയണുണ്ടോ? അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പോട്ടെ, സംസ്കൃതം ഇല്ലേ വേണ്ട, മലയാളമെങ്കിലും ഒന്ന് മര്യാദയ്ക്ക്. എന്തൊരു ഒരു അബദ്ധ പ്രയോഗങ്ങളാണ് അധികം കേൾക്കുന്നത്. മലയാളി മലയാളം പറയണത് കേൾക്കുമ്പോൾ സങ്കടവും. തെറ്റായ പദപ്രയോഗങ്ങൾ. നമ്മളെങ്കിലും ശുദ്ധമായി സംസാരിച്ച് ശീലിക്കുക. നമ്മളെങ്കിലും ഏത് മാധ്യമത്തിൽ ഏത് സിനിമയിൽ അബദ്ധപ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യില്ല എന്നങ്ങോട്ട് ഉറപ്പിക്കുക. എന്തൊരു സമ്പന്നമായ സമൃദ്ധമായ ഭാഷയുടെ ഉടമസ്ഥന്മാരാണ് നമ്മൾ. ചിന്തിച്ചു നോക്കൂ. ശരി, ഇരിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഏതായാലും ഭ്രമാമി, ഞാൻ കറങ്ങുന്നു. എങ്ങനെ? പതിപുത്ര ധനാദിഷു. പതി, പുത്ര, മക്കള്, ധനം തുടങ്ങിയവയിൽ വട്ടം കറങ്ങുക. ഇതൊക്കെ പുറപ്പെടി ഇരുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു നിമിഷം കഴിയുമ്പോഴത്തേക്ക് ഈ കറക്കം തന്നെ നമ്മളും പെടും ഇല്ലേ? അവിടെ പതി എന്നുള്ളതിന് പകരം ഗുരുവാവാം, പുത്രർ എന്നുള്ളതിന് പകരം ശിഷ്യരാവാം, ഗൃഹം എന്നുള്ളതിന് പകരം ആശ്രമാവാം. കറക്കത്തോട് കറക്കമാണ്, അത്രയേ ഉള്ളൂ. ഇത് പേര് കുറച്ച് മാറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? കറക്ക് കറക്ക് തന്നെ. ഇങ്ങനെ ഭഗവാനെ ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഞാൻ ദാത്തേ പാദമൂലമുപാഗത, നിന്റെ പാദമൂലത്തെ പ്രാപിച്ചിരിക്കുന്നു, നിന്റെ കാലിനെ ഞാൻ പ്രാപിച്ചിരിക്കുന്നു. ദേവത്വദ്രൂപമേതന്മേ, എന്തിനാ? പ്രാർത്ഥിക്കാനാ, ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. നിന്റെ ഈ ഒരു രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ പ്രകാശിക്കണേ. മനസ്സ് പ്രകാശിച്ചാൽ മതി കിട്ടുമോ? എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രകാശിക്കണേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? കാരണം കൗസല്യയിൽ മാതൃഭാവം, കാരണം തൻ്റെ പുത്രനായിട്ട് ഭഗവാൻ വരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി തപസ് ചെയ്തതിൻ്റെ പരിണാമമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ മാതൃഭാവം അവിടെയുണ്ട്. ഈ ശംഖചക്ര ഗദാധരനൊക്കെ ആയാൽ മാതൃഭാവം പ്രകാശിക്കുമോ? അതില്ല. അതുകൊണ്ട് മാതൃഭാവം മുന്നോട്ട് വരികയാണ്.
എൻ്റെ മനസ്സിൽ ഈ രൂപം എപ്പോഴും ഓർമ്മിക്കാൻ സാധിക്കണം. ആ വൃണോതു നമമായ തവ വിശ്വവിമോഹിനി, വിശ്വത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന നിന്റെ മായ എന്നെ ഭ്രമിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കലും ഭ്രമിപ്പിക്കലും ഒന്നിച്ച. ഇതാണ് ഭഗവാന്റെ പരിപാടി. നോക്കൂ, പ്രാർത്ഥിക്കുന്നത് തവ മായ മാം ന ആവൃണോതു, നിന്റെ മായ എന്നെ ആവരണം ചെയ്യരുതേ എന്നാണ്. എന്നാൽ നമ്മൾ കാണുന്നതോ ഒട്ടനെ ആവരണം ചെയ്യാണ്, പറയാണ് ഉപസംഹര വിശ്വാത്മൻ. അതോ രൂപമലൗകികം ദർശയസ്വ മഹാനന്ദ ബാലഭാവം സുകോമളം ലളിതാലിംഗനാലാപൈഹി തരിഷ്യാമ്യുത്കടം തമഃ. അതുകൊണ്ട് ഹേ വിശ്വാത്മൻ, ഇവിടുന്ന് എന്ത് വേണം? അലൗകികമായ രൂപത്തെ ഒന്ന് പിൻവലിച്ചോളൂ. ആദ്യം പറഞ്ഞതെന്താ? ഈ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കണേന്നാ. എന്നിട്ട് ഇപ്പൊ പറയാണ് ഈ രൂപം പോട്ടെ, ഈ രൂപം വേണ്ട. അതാണ് പറഞ്ഞത് മായയുടെ പ്രയോഗം എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയൊക്കെയാണ് മായ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇതിൽ പരം വലിയ ദൃഷ്ടാന്തം ആവശ്യമില്ല. ഇതൊന്ന്, ഈ രൂപം ഒന്ന് പിൻവലിക്കണേ. പിന്നെ എന്ത് വേണം? മഹാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ബാലഭാവം, സുകോമളമായിരിക്കുന്ന ബാലഭാവത്തെ ഒന്ന് കാണിച്ചു തരണേ. ലളിതങ്ങളായ ആലിംഗനങ്ങളെ കൊണ്ടും ആലാപനങ്ങളെ കൊണ്ടും ഞാൻ ഇരുട്ടിനെ തരണം ചെയ്യാം. ഭഗവാനെ ആലിംഗനം ചെയ്യുക, ഭഗവാനുമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ അന്ധകാരത്തെ തരണം ചെയ്തോളാം. അതുകൊണ്ട് എന്ത് വേണം? ഈ ചതുർബാഹു ആയിരിക്കുന്ന വൈഷ്ണവ രൂപത്തെ ഒന്ന് പിൻവലിച്ച് ബാലഭാവത്തെ പ്രാപിക്കണമേ എന്ന്. ഇതാണ് ഈ മൂലത്തിലുള്ള കൗസല്യയുടെ സ്തുതി എന്ന് മനസ്സിലാക്കുക. എന്നാൽ അത് എഴുത്തച്ഛൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ആശയത്തിൽ ഒരു മാറ്റവും ഇല്ല, ആശയം ഇത് തന്നെയാണ്. പക്ഷേ സ്വതന്ത്രമായ ഒരു ഭാവത്തിലാണ് ആ സ്തുതി. അവിടെ പരാഭക്തിയുടെ പദാവലികൾ അങ്ങനെ അഭംഗുരം പ്രവഹിക്കുന്ന മഹിമയാ നമ്മൾ കാണുക. നോക്കൂ, ഇപ്പൊ പഠിച്ചത് ഓർമ്മ വേണേ, എന്നാലേ ആ പദങ്ങൾ എവിടേക്കാ മാറ്റം വരുന്നത്, എവിടേക്കാ ഘടിപ്പിച്ചതെന്ന് മനസ്സിലാവുള്ളൂ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗത്പദേ. അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എഴുത്തച്ഛൻ്റെ ഒരു ഭക്തിയുടെ ആധിക്യം കൊണ്ട് വന്നു ചേർന്ന വരരുതാത്തൊരു പദമുണ്ട്. ശൗരേന്ന് കൃഷ്ണനെ വിളിക്കാൻ പാടുള്ളൂ, രാമനെ വിളിക്കാൻ പാടില്ല. ശൂരൻ്റെ ഒക്കെ ജന്മത്തിന് യുഗങ്ങൾ മുമ്പാണ് രാമൻ. അപ്പൊ ശൗര്യ എന്നുള്ളത് കൃഷ്ണനെ വിളി. അതാണ് ആ ഭക്തിഭാവം കൊണ്ട് ചിലപ്പോൾ എഴുത്തച്ഛൻ ഇങ്ങനത്തെ ഒക്കെ പറ്റും. മനസ്സിലായില്ല? ബാക്കിയൊക്കെ ദേവദേവ തുടങ്ങിയ കൃത്യം മൂലത്തിലുള്ള അതേ പദം വെച്ചിട്ടാ തുടങ്ങിയത്. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്, മൂലം തന്നെയാണ്. നമസ്തേ വാസുദേവ, അതിനെ ഒപ്പിക്കാം നമുക്ക്. വാസുദേവൻ ശ്രീകൃഷ്ണൻ മാത്രമല്ലല്ലോ, സകല വസുക്കളെയും ദിക്കുകളെയും ഐശ്വര്യങ്ങളെയും ദ്യോതിപ്പിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ വാസുദേവനാണല്ലോ. അപ്പം മഹാവിഷ്ണുവെ വാസുദേവൻ എന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല. മധുസൂദന, അതും മഹാവിഷ്ണുവിൻ്റെ പേരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മധുസൂദന മൂലത്തിൽ അതൊന്നും ഇല്ല കേട്ടോ. ഹരേ, അതും ശരിയാണ്. നമസ്തേ നാരായണ, നമസ്തേ നരകാരേ, എല്ലാം രാമന് യോജിക്കും. കാരണം വിഷ്ണു പര്യായങ്ങളാണ്.
സമസ്തേശ്വര ശൗരേ. നീ പിന്നെ വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നാൻ വേണ്ടിച്ചാൽ ശരിയാക്കി കൊണ്ടുവരാം, എന്നാലും വേണ്ട. ശൂരഭാവം ആരുടെ സ്വഭാവമാണോ അവൻ എന്നൊക്കെ പറഞ്ഞു, എന്നാലും അത് തെറ്റും. ശൗരേ എന്നുള്ള പ്രയോഗം, ശൗരേ എന്നുള്ളത് കൃഷ്ണനെ യോജിക്കുള്ളൂ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. അത് മൂലം അതേപടിയാണ്, ഒരു മാറ്റവും ഇല്ല. സത്വാദി ഗുണത്രയം ആശ്രയിച്ച് എന്തിന് ഇതെന്ന ഉത്തമന്മാർക്കു പോലും അറിയാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മക്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിധിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ. നോക്കൂ, ഇതൊന്നും മൂലത്തിലുള്ള ഒറ്റ പദമല്ല, പക്ഷെ ഭാവം അതാണ്. ആ ഭാവം ആ പരാഭക്തിയുടെ ഒരു ഫലമായിട്ട് സ്തുതിരൂപത്തിൽ പ്രവഹിക്കുകയാണ്. ഇതാണ് എഴുത്തച്ഛൻ്റെ വിശേഷം. അത്ഭുതമാണ്, മഹാത്ഭുതം. ആ എന്താ പറയേണ്ടത്, ഭക്തിയുടെ പ്രവാഹത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അപ്പൊ കേവലമായ യുക്തിപൂർവമായ പഠനത്തിൽ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ കാണും ആ പ്രയോഗങ്ങളിൽ. പക്ഷേ അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്, അത് അവർണ്ണനീയമാണ്. എഴുത്തച്ഛൻ്റെ പദാവലികൾ ഇത് തന്നെ നോക്കുക. ഇതൊക്കെ മൂലത്തിലാകെ ഒരു രണ്ട് മൂന്ന് പദങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് ഇത്രയ്ക്കധികം പര്യായ പദങ്ങളെ പ്രയോഗിച്ച് നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ. അത് മൂലത്ത് പറഞ്ഞ കേട്ടോ, ചിത്തത്തെ നിയമിക്കുന്നവർക്ക് ദൃശ്യനായവൻ എന്ന് പറഞ്ഞു. അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മ മധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടിനൂനം. നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാം എനിക്കിപ്പോൾ. ഇതെല്ലാം മൂലത്തിലുള്ള അത് തന്നെയാണ്. ഇത് പലപ്പോഴും മൂലം പഠിക്കാതെ കിളിപ്പാട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം എഴുത്തച്ഛൻ്റെ മാത്രം സംഭാവനയായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. എന്നല്ല, കോളേജ് തലത്തിൽ പോലും അപ്രകാരം ലേഖനങ്ങൾ പഠന വിഷയമായിട്ടുണ്ട്. കാരണം ഇത് എഴുത്തച്ഛൻ അനുവാദമാണ് ചെയ്തത് എന്നുള്ളത് മറന്നു പോവുകയാണ്. എഴുത്തച്ഛൻ ചെയ്ത അനുവാദം ഏതിൻ്റെയാണോ അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് കിളിപ്പാട്ട് നമുക്കൊക്കെ പരിചിതമാണ്. ആ കിളിപ്പാട്ട് എവിടുന്ന് വന്നു, എങ്ങനെയാണത് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇപ്രാവശ്യം ഇങ്ങനെയൊരു വിഷയം. അത് മാത്രമല്ല ലക്ഷ്യം, അതൊരു ലക്ഷ്യമാണ്. ഭർത്ത് പുത്രാർത്ഥ കുലസംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നോക്കൂ, എന്തൊരു സുന്ദരായിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ തർജ്ജമ. മൂലത്തിനേക്കാൾ മനോഹരായിട്ടുണ്ടെന്ന് പറയണം. ലീ പറഞ്ഞേ മതിയാവും. കാരണം പതി പുത്ര തുടങ്ങിയവയിൽ ഞാൻ ഭ്രമിക്കുന്നു.
ആ ഒരു പദത്തെയാണ് തർജ്ജമ ചെയ്യുമ്പോൾ ഇത്രയൊരു ഒരു ഒരു ഭർത്തൃപുത്രാർത്ഥ കുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ എന്നുള്ള സുന്ദര പദാവലികളായി മാറിയത്. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പദാംഭോജം കാൺമാനും യോഗം വന്നു. ത്വത്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. അവിടെ ദുഷ്കൃതമൊടുങ്ങുവാൻ എഴുത്തച്ഛൻ്റെ സംഭാവനയാണ്. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചീടൈകമാം ലക്ഷ്മീപദേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖസംസാരാർണവം. ഇതാണ് എഴുത്തച്ഛൻ്റെ തർജ്ജമ വരുന്നത്. അത് പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മാത്രമല്ല, മൂലം നമ്മൾ പരിചയപ്പെട്ട ശേഷം ഇത് വായിക്കുമ്പോൾ അനായാസേന അതിൻ്റെ ഭാവവും വ്യതിയാനവും എല്ലാം മനസ്സിലാവും. നല്ലപോലെ ചിന്തിക്കുക എന്ന് മാത്രം പറയുന്നു. നമ്മളൊരു അല്പം നേരത്തെ നിർത്തുവേ, അല്പം നേരത്തെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയും. രാമായണത്തിലുള്ള അതിവർണ്ണനകൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഒരാളുടെ സംശയം. ഉദാഹരണം, അത് നന്നായി, കാരണം എന്താ അതിവർണ്ണന എന്നുള്ളതെന്ന് മനസ്സിലാക്കണ്ടേ. ഉദാഹരണം, ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുക, കിലോമീറ്ററുകളോളം പറക്കുക, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ. രാമായണത്തിൽ മാത്രമല്ല, ഇതിഹാസ പുരാണങ്ങൾ വായിക്കുമ്പോൾ, വേദം പഠിക്കുമ്പോൾ ഈ പ്രശ്നമില്ല. വേദം ഉപനിഷത്ത് ഉള്ള പോലെ പറഞ്ഞാൽ അതായി. ഉള്ളതുപോലെ പറയുകയാണ് വേദം സംഹിതയായാലും ബ്രാഹ്മണായാലും ഉപനിഷത്തായാലും ഒക്കെ തന്നെ. എന്നാൽ ഇതിഹാസ പുരാണങ്ങളിൽ പലതരം ഭാഷാ രീതികളുണ്ട്. അവിടെ കേവലം വാച്യാർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ പോരാ. അവിടെ ചമൽക്കാരപൂർണങ്ങളായ വർണ്ണനകൾ, ന്യൂനോക്തികൾ, അത്യുക്തികൾ ഒക്കെയുണ്ട്. അപ്പം അത് സന്ദർഭമനുസരിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. ചെറിയ ഉദാഹരണം പറയാം. വിശ്വാമിത്ര മഹർഷി ദശരഥനരികെ വന്നു. ദശരഥൻ ആദരപൂർവം സ്വീകരിച്ചു, എല്ലാവിധ ഉപചാര പൂജകളെയും ചെയ്തു. അങ്ങ് എന്തിനാണ് വന്നിട്ടുള്ളത് പറഞ്ഞാലും, അങ്ങ് എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്യും. ദശരഥൻ്റെ എപ്പോഴുള്ള കുഴപ്പമാണ് കിട്ടുമോ? എപ്പോഴും ദശരഥൻ ഈ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, എന്ത് ചോദിച്ചാലും ചെയ്യും എന്ന് പറയും. എന്നിട്ട് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടില്ലേനും. നമ്മളും ഇങ്ങനെ പറയരുതേ ഒരിക്കലും. ദശരഥന് പറ്റിയ അപകടങ്ങൾ നമുക്കെങ്കിലും പറ്റാതിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോൾ വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. കഴിക്കുക, അത് പറ്റുമോ? ഒന്നെങ്കിൽ ഇപ്പം ചോദിക്കുക, അല്ലെങ്കിൽ ചോദിക്കേണ്ടെന്ന് നിൽക്കുക എന്ന് പറയാം. അതാ വേണ്ടത്. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയാം. എന്നിട്ട് അപകടത്തിലകപ്പെട്ടു. കൈ നല്ല സ്ഥലമായി ചോദിച്ചാൽ കൊടുത്തു. ആരോടും അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ, അതിരിക്കട്ടെ. അപ്പം ഇവിടെ അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ശരി, എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ പർവ്വങ്ങൾ തോറും ഒരു യജ്ഞം ചെയ്യുന്നുണ്ട്. എന്നാൽ രാക്ഷസന്മാർ ആ യജ്ഞത്തെ മുടക്കുകയാണ്. അതുകൊണ്ട് യജ്ഞ സംരക്ഷണത്തിന് എൻ്റെ കൂടെ രാമനെ പറഞ്ഞയക്കണം. ഓടന വാക്കുമാറി ദശരഥൻ.
അധ്യാത്മരാമായണത്തിൽ വാക്ക് മാറിയത് നമ്മൾ കാണില്ല, പക്ഷെ വാൽമീകി രാമായണത്തിൽ ഉടനെ വാക്ക് മാറുന്നുണ്ട്. സാധ്യമല്ല, എനിക്ക് 60,000 വയസ്സായിട്ടുണ്ടായ കുട്ടിയാണിത്. മക്കളില്ലാത്ത ദുഃഖം പേറി ജീവിച്ച് കഴിഞ്ഞ് അങ്ങനെ 60,000 വയസ്സായപ്പോൾ എനിക്കുണ്ടായ മകനാണ് രാമൻ. രാമനെ ഞാൻ പറഞ്ഞയക്കില്ല, ഞാൻ വരാം, സകല ആയുധങ്ങളും എടുത്ത് ഞാൻ വരാം, പോരെ. വിശ്വാമിത്ര മഹർഷിയുടെ മുഖം മാറാൻ തുടങ്ങി. വസിഷ്ഠൻ മനസ്സിലായി വിശ്വാമിത്രന് കോപം വന്നാൽ ഉണ്ടാകാവുന്ന ആപത്ത് വസിഷ്ഠൻ ബോധിപ്പിച്ചു. എന്നിട്ട് ദശരഥനോട് പറഞ്ഞയച്ചോളൂ, നല്ലതിനേ വരൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദശരഥൻ പറഞ്ഞയക്കുന്നത് രാമനെ. ഇവിടെ ചോദ്യം, 60,000 വയസ്സ് ആയിട്ട് ആണ് എനിക്ക് രാമനുണ്ടായത് എന്നാ പറയുന്നത്. അത് വേദവിരുദ്ധമാണ്. കാരണം ശതായുർവൈ പുരുഷ, മനുഷ്യൻ്റെ ആയുസ് 100 വയസ്സാണെന്നാണ് വേദം പറയുന്നത്. അപ്പം 100 വയസ്സ് ആയുസ്സുള്ള ആളെങ്ങനെയാണ് 60,000 വയസ്സിൽ മക്കളുണ്ടാവുക? ചോദ്യം. രണ്ടാമത്തെ പ്രശ്നം, ചില സ്മൃതികൾക്കനുസരിച്ച് യുഗങ്ങൾക്ക് തോറും 100 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്ന് പറയുന്ന ചില സ്മൃതികളുണ്ട്. അപ്പം അങ്ങനെയാവുമ്പോൾ ഇത് ത്രേതായുഗത്തിലാണല്ലോ രാമായണം. അപ്പം അങ്ങനെ വരുമ്പോൾ ത്രേതായുഗത്തിൽ പരമായുസ് 300 വയസ്സേ വരുള്ളൂ. കലിയുഗത്തിൽ 100, ദ്വാപരയുഗത്തിൽ 200, ത്രേതായുഗത്തിൽ 300. അപ്പം പരമാവധി 300 വയസ്സ് വരെ മാത്രമേ ത്രേതായുഗത്തിൽ ജനിച്ച ഒരാൾ ജീവിക്കൂ. അപ്പോഴാണ് പറയണത് എനിക്ക് 60,000 വയസ്സായിട്ടുണ്ടായ മോനാണെന്ന്. എന്താ അർത്ഥം? ഇനി വേറെ ഭാഗം. ശ്രീരാമൻ രാവണനെ കൊന്നു, തിരികെ വന്നു, അഭിഷേകം ചെയ്യപ്പെട്ടു, രാജാവായിട്ട് 11,000 കൊല്ലം ഭരിച്ചു. എത്ര കൊല്ലം? 11,000 കൊല്ലം. ശ്രദ്ധിക്കണേ, 11,000 കൊല്ലമാണ് രാമൻ രാജ്യം ഭരിച്ചത്. തിരിച്ചു വന്ന ഉടനെ രാജ്യാഭിഷേകം നടന്നു. ഏറെ താമസിയാതെ സീതയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 11 വർഷം കഴിഞ്ഞപ്പോൾ യാഗം നടത്തിയിട്ടുണ്ട്. ആ യാഗത്തിൽ മക്കൾ വന്ന് പാരായണം ചെയ്തിട്ടുണ്ട്. അവർ ബാലന്മാരാണ്, 12 വയസ്സ് ആയിട്ടില്ല, ആവുന്നതിന് മുമ്പുള്ള പ്രായമാണ്. അതിനിടയ്ക്ക് രാമൻ 11,000 കൊല്ലം രാജ്യം ഭരിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടി എങ്ങനെയാ ഇപ്പോൾ യോജിക്കുക? അവിടെയാണ് ഇതിഹാസ പുരാണങ്ങളുടെ അതിശയോക്തി ഭാഷ, ന്യൂനോക്തി ഭാഷ തുടങ്ങിയവ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, സകല ഐശ്വര്യങ്ങളും സമ്പത്തും രാജ്യവും എല്ലാം സ്വായത്തമാണ് ദശരഥൻ കേവലം രാജാവല്ല, ചക്രവർത്തിയാണ്. അതൊക്കെ ഉണ്ടെങ്കിലും സന്താനങ്ങളില്ല. ഇത് മുഴുവനൊന്ന് കൈമാറി പോവാൻ ഒരാളില്ല. അപ്പൊ പിന്തുടർച്ചയില്ലാത്തത് കൊണ്ട്, മക്കളില്ലാത്തത് കൊണ്ട് ഈ രാജ്യാധികാരമൊക്കെ ഒന്ന് ഏൽപ്പിക്കണ്ടേ? അത്യന്ത ദുഃഖിയായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ദുഃഖിയായി ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാലത്തിൻ്റെ ദൈർഘ്യം കൂടും, ഇല്ല? അതെ, ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും രോഗത്തിലും കഴിയുമ്പോൾ സമയം നീങ്ങണില്ലല്ലോ എന്ന് തോന്നും. ഒന്നും വേണ്ട, എന്തിനാ ഇപ്പം രാമായണത്തേക്ക് പോണത്? ഇപ്പം നോക്കൂ, ഇതിപ്പോൾ ഇതാ കൊല്ലം, ഇതിപ്പോൾ 2024 ഇന്നലെ തുടങ്ങിയ പോലെയാ തോന്നണതേ. ഇതിപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞു.
ഈ 2000 തന്നെ മിഞ്ഞാന്ന് തുടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നത്. 24 കൊല്ലം കടന്നു പോയത് അറിഞ്ഞില്ല. പണ്ട് ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്തുണ്ടല്ലോ, അയ്യോ സമയം നീങ്ങില്ല. നിങ്ങൾക്കറിയോ അത്? നാ മുത്തശ്ശി ചോദിക്കണത്. പതുക്കെ പോവുക കാലം. ഇന്നിപ്പോൾ എന്തൊരു സ്പീഡാ! ആണോ? സ്പീഡ് കൂടിയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? 24 മണിക്കൂർ തന്നെയല്ലേ ദിവസത്തിന്? അതിലൊരു മണിക്കൂർ 60 മിനിറ്റ് തന്നെയല്ലേ? അതിലൊരു മിനിറ്റ് 60 സെക്കൻഡ് തന്നെയല്ലേ? അല്ല, വല്ല മാറ്റവും വന്നുവോ? പിന്നെ എങ്ങനെയാ ഇപ്പം സ്പീഡ് കൂടിയത്? ദാരിദ്ര്യം കുറഞ്ഞു, ഇത് തന്നെ, വേറൊന്നുമില്ല. അന്ന് കഷ്ടപ്പാടും ദാരിദ്ര്യമായിട്ട് കഴിയുമ്പോൾ സമയം നീങ്ങണില്ല എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ദാരിദ്ര്യം കുറഞ്ഞു, ഇല്ലേ? ഇല്ല, ദാരിദ്ര്യം കുറഞ്ഞില്ലേ? കുറഞ്ഞു എന്നുറപ്പാണ്. കഷ്ടപ്പാടുകൾ കുറഞ്ഞു എന്നുറപ്പാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ വേഗം കൂടിയും തോന്നും. ഇത്രയേ ഉള്ളൂ. അപ്പം മക്കളില്ലാത്ത ക്ലേശം കൊണ്ട് ദശരഥനെ സംബന്ധിച്ച് ഓരോ വർഷവും 1000 വർഷത്തിന് തുല്യമായി. അങ്ങനെയാവുമ്പോൾ 60 വയസ്സായിട്ടുണ്ടായ കുട്ടികളാണ് രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ദശരഥന് 60-ാം വയസ്സിലുണ്ടായ കുട്ടികളാവണം അവർ. വാൽമീകി പറഞ്ഞിട്ടില്ല കേട്ടോ, വ്യാസനും പറഞ്ഞിട്ടില്ല, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ശ്രീരാമന്റെ രാജ്യഭരണം അത്ര ശ്രേഷ്ഠമായിരുന്നു. ഒരു സാധാരണ രാജാവ് 1000 വർഷം കൊണ്ടുണ്ടാക്കുന്ന പുരോഗതി 1 വർഷം കൊണ്ടുണ്ടായി രാമരാജ്യം. അപ്പൊ രാമരാജ്യത്തിൻ്റെ ആ ഐശ്വര്യം 1000 വർഷം കൊണ്ട് നേടാവുന്നത് 1 വർഷം കൊണ്ട് നേടി. എങ്കിൽ രാമൻ എത്ര വർഷം ഭരിച്ചു? 11 അല്ലാതെ എത്ര? അവിടെ 11 പൂർണ്ണമായി യോജിക്കുന്നില്ല കേട്ടോ. ഒരു 12 മുലെങ്കിലും പിടിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. കാരണം അയോധ്യയിൽ നിന്ന് വനപ്രവേശം ചെയ്യുന്ന സമയത്ത് രാമൻ്റെ പ്രായം 25, വനവാസം 14 സംവത്സരം, 39. ഇപ്പം രാജാവായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ രാമൻ്റെ പ്രായം 39. അപ്പം പിന്നെ 11 കൊല്ലേ രാജ്യം ഭരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കണക്കിന് വ്യത്യാസം വരും. കാരണം ലവകുശന്മാർ ബാലന്മാരായിട്ടാണ് പാരായണത്തിന് വന്നിട്ടുള്ളത്. അവർ 12-ന് താഴെ പ്രായം എന്ന് പറയുമ്പോൾ കുറച്ചു കാലം കൂടി രാമൻ ഭരിച്ചിട്ടുണ്ട്. കൃത്യം എത്ര കൊല്ലം എന്നറിയില്ല. കാരണം അത് കഴിഞ്ഞ് എല്ലാം അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. ഏതായാലും ഒരു 1000 വർഷത്തെ മഹിമ 1 വർഷത്തെ ഭരണം കൊണ്ട് രാമൻ നേടി. ഇങ്ങനെ വേണം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വേണം മനസ്സിലാക്കേണ്ടത്. അപ്പം അതുപോലെ തന്നെ ഈ പറക്കലും ഒക്കെ